ഹലോ ഹായ്, എൻ്റെ പേര് അജിത് കൃഷ്ണ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് സ്റ്റെപ്സ് ഇൻവോൾവിങ് ഇൻ കളർ ഗ്രേഡിങ് എ ഫോട്ടോഗ്രാഫ്. അതായത് നമ്മളൊരു ഫോട്ടോ കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ആ ഫോട്ടോയിൽ ചെയ്യേണ്ട കുറച്ച് ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം അതെന്താണെന്നും അതിൻ്റെ ടേംസ് എന്താണെന്നും അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, നമ്മളപ്പം ഇന്ന് ഈ ഫോട്ടോയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഈ ഫോട്ടോ ഗ്രേഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഔട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇട്ടിട്ടുണ്ട്. സമയമുള്ളവരൊന്ന് കയറി കണ്ടേക്ക്. എല്ലാവരും ഒന്ന് കയറി കാണും, ഇഷ്ടപ്പെടും. ആദ്യമായിട്ട് നമ്മൾ ഒരു ഫോട്ടോ കിട്ടുക ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ അതിനെ വൈറ്റ് ബാലൻസിങ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. വൈറ്റ് ബാലൻസ് ചെയ്യുന്നതിന് നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടിൻറ്റ്. ഒരു ഫോട്ടോയിൽ എന്തോരം വാംത്ത് വേണം, അല്ലെങ്കിൽ അത് എന്തോരം കൂളറായിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നൊരു ഫാക്ടറാണ് ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പം ടെമ്പറേച്ചർ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയിലുള്ളൊരു വാംനെസ് കൂടും. എനിക്കത് കാണുമ്പോഴേ അറിയാം. ആ ഒരു കണ്ടോ, ആ യെല്ലോ ഓറഞ്ചിഷ് ആ സംഭവം കൂടും. ഇനിയിപ്പോൾ അത് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂയിഷ് അങ്ങനത്തെ ഒരു സാധനം വരും. ബേസിക്കലി തണുപ്പും ചൂടും പോലെ ഒരു സംഭവം. അത് അതിനെ മെഷർ ചെയ്യുന്ന കെൽവിനിലാണ് കേട്ടോ, കെൽവിൻ. സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് ടിൻ്റാണ്. ടിൻ്റ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു ഫോട്ടോയിൽ എന്തോരം ഗ്രീൻ വേണം അല്ലെങ്കിൽ മജന്ത വേണം, ആ ഒരു സംഭവം. ഇപ്പം ഗ്രീൻ കൂടുതലായിട്ടിരിക്കുന്നൊരു ഫോട്ടോ ചേർത്ത് ടിൻറ്റ് ഇൻക്രീസ് ചെയ്ത് നമുക്ക് ആ ഗ്രീനുമായിട്ട് എന്താ പറയുന്നത് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. മജന്ത കൂട്ടി ആ ഗ്രീനിൻ്റെ കുറച്ച് കുറയ്ക്കാൻ പറ്റും. അപ്പം അതാണ് കണ്ടോ ഈ രണ്ട് സംഭവം. ഈ സെയിം സാധനം നമ്മുടെ ടോൺ കർവിലുണ്ട് കേട്ടോ. ടോൺ കർവ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു പോയിൻ്റർ വെച്ചിട്ട് നമുക്ക് വൈറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും. അതായത് ഈ പോയിൻ്റർ കൊണ്ടുവന്ന് ന്യൂട്രലൈസ്ഡ് ആയിട്ടൊരു വെള്ളയിലൊക്കെ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഫോട്ടോ ഇത് തന്നെ വൈറ്റ് ബാലൻസ് ചെയ്യും. അതായത് ലൈറ്റ് റൂം തന്നെ വൈറ്റ് ബാലൻസ് ചെയ്ത് തരും. കണ്ടോ, വൈറ്റ് ബാലൻസ് ആയി. ഇനിയാണ് നമുക്ക് ടോൺ അഡ്ജസ്റ്റ്മെൻറ്റ്സിലേക്ക് വരുന്നത്. അപ്പം അതിനകത്ത് വരുന്ന ടേംസാണ് എക്സ്പോഷർ, കോൺട്രാസ്റ്റ്. ഇതിനകത്ത് ഇവിടെ ബ്രൈറ്റ്നസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇത് കുറച്ച് ടെക്നിക്കൽ ടേംസ്. പക്ഷേ ഇതെല്ലാ സംഭവം തന്നെ ബ്രൈറ്റ്നസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ. കുറച്ചുകൂടെ ടെക്നിക്കൽ എഴുതി വെച്ചിരിക്കുന്നതേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ആദ്യം നമ്മൾ നോക്കുന്ന എക്സ്പോഷറാണ്. അതായത് ഒരു ഫോട്ടോയ്ക്കകത്ത് എന്തോരം വെളിച്ചം വേണം. അപ്പം വെളിച്ചം കൂട്ടാനും കുറയ്ക്കാനും കണ്ടോ. എക്സാക്ട്ലി നമ്മൾ ബ്രൈറ്റ്നസ് കൂട്ടിടാന്ന് പറയുന്ന സെയിം സംഭവമാണ് എക്സ്പോഷർ. വെളിച്ചം കൂട്ടുക കുറയ്ക്കുക, അതേ ഉള്ളൂ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് എനിക്ക് എങ്ങനെ ലൈക്ക് ഡിഫൈൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒരു എന്താ പറയുന്നത്, പെയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള സാധനം ഇരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ അതിന് കോൺട്രാസ്റ്റ് കൂടുതലായിരിക്കും. എങ്ങനെ പറയുന്നത്, ഒരു പേപ്പറിൽ ഡാർക്ക് പെൻസിലും പിന്നെ കുറച്ച് ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡ് വരുന്നൊരു പെൻസിലും വെച്ച് നമ്മൾ എന്തെങ്കിലും ഷെയ്ഡ് ചെയ്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹൈ കോൺട്രാസ്റ്റ് നമുക്ക് വിളിക്കാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലാക്കണം. അത് തന്നെ, അതാണ് കോൺട്രാസ്റ്റ്. ഇത് വലിയ എക്സാമ്പിളിലേക്കൊന്നും പോകണ്ട. നിങ്ങൾക്ക് ഈ കോൺട്രാസ്റ്റ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ തന്നെ ലൈക്ക് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. ഇതിൻ്റെയൊക്കെ ഡെഫിനേഷൻ പഠിച്ചിരിക്കുന്നതിനേക്കാളൊക്കെ മുകളിൽ ഇത് എന്താണെന്ന് പഠിച്ചിരുന്നില്ല. ഇതൊക്കെ പഠിച്ചിരുന്നാൽ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിലുള്ള എന്താണോ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കളർ ഗ്രേഡ് സെൻസ് അത് നമുക്ക് സുഖമായിട്ട് നമ്മുടെ ഏത് ഫോട്ടോയിലേക്ക് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഹൈലൈറ്റ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോയ്ക്കകത്തെ ലൈറ്റ് കൂടിയ ഭാഗം, വൈറ്റ് അല്ല ലൈറ്റ് കൂടിയ ഭാഗം, വൈറ്റിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു പോർഷനാണ് നമുക്ക് ഹൈലൈറ്റ്സ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഇപ്പം ഇത് കൂടുമ്പോൾ വ്യത്യാസം വരുന്നത് ഇത് വെള്ളയല്ല, ബട്ട് അതിൻ്റെ തൊട്ട് താഴെ അതാണ് നമുക്ക് ഹൈലൈറ്റ്സ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഷാഡോസ് എന്ന് പറയുന്നത്. ബ്ലാക്ക് അല്ല, ബ്ലാക്കിനോട് അടുത്ത് വരുന്നത് അതാണ് ഷാഡോസ്. പിന്നെ വൈറ്റ്സും ബ്ലാക്ക്സും ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പ്യുവർ വൈറ്റ് ആൻഡ് പ്യുവർ ബ്ലാക്ക്. ഒരു ഫോട്ടോഗ്രാഫിലുള്ള പ്യുവർ വൈറ്റും ബ്ലാക്കും ആണ്. അതിൻ്റെ എമൗണ്ട് ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്കിനെയാണ് നമുക്ക് വൈറ്റ്സും ബ്ലാക്സുമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ഈ സ്ലൈഡേഴ്സിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത പ്രസൻസ് ഇതാണ് ടെക്സ്ചർ, ക്ലാരിറ്റി, ഡിഫേസ്, പിന്നെ വൈബ്രൻസ്, സാച്ചുറേഷനും. പുതിയതായിട്ട് ഗ്രേഡ് ചെയ്യാൻ വരുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു സംഭവം, ഡോണ്ട് ഓവർ യൂസ് ദീസ് പാരാമീറ്റേഴ്സ്. അതായത് നമ്മൾ ക്ലാരിറ്റി കൂട്ടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമേ വന്ന്
അങ്ങനൊന്നും ചെയ്താൽ പോരാ. ഇതെല്ലാവരും ആദ്യം ഇത് ഓവർ യൂസ് ചെയ്യും. ഞാൻ കണ്ടിരിക്കുന്ന മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഈവൻ ഞാൻ പോലും ആദ്യം ഓവർ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് പറ്റിയ തെറ്റ് എനിക്ക് പറ്റരുത്. സോ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റിയും ടെക്സ്ചറും റിലേറ്റഡ് ആണ്, ബട്ട് അത് സെയിം അല്ല. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ക്ലാരിറ്റി മാത്രം കൂടിയ ഫോട്ടോ എങ്ങനെ ചേഞ്ച് ആവും, ടെക്സ്ചർ മാത്രം കൂട്ടി എങ്ങനെ ചേഞ്ച് ആകുന്നു. ഇത് രണ്ടും ബേസിക്കലി ഡീറ്റെയിലിങ്ങിനെ എന്താ പറയുന്നത്, റിലേറ്റ് ചെയ്യപ്പെടുന്ന രണ്ട് പാരാമീറ്റേഴ്സാണ്. ബട്ട് സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ഹെയ്സ് എന്താണെന്ന് അറിയാലോ, ഒരു മിസ്റ്റി ഫീൽ, ആ സംഭവമാണ് ഹെയ്സ്. അപ്പം അത് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു മഞ്ഞത്ത് നിങ്ങളൊരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ എന്താ പറയുക, അതിനകത്തെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഹെയ്സ് കുറച്ച് അതിനകത്തുള്ള ഡീറ്റെയിൽസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഡിഹെയ്സ്. അപ്പോൾ ഇത് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ആ ഹെയ്സ് കുറച്ച് അതിനകത്ത് എന്താണ് ഡീറ്റെയിലിംഗ് ഉള്ളത് അത് കിട്ടും. ഇനിയാണ് മെയിൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൈബ്രൻസ് ആൻഡ് സാച്ചുറേഷൻ. വൈബ്രൻസ് കൂട്ടുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത്, ഇത് സാച്ചുറേഷൻ കൂട്ടുമ്പോൾ സംഭവിക്കുന്നത് ഇത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പം എന്താ പറയുക, പക്ഷേ ഇനിയും ഇത് കൂട്ടുമ്പോൾ ഒരുപോലെ കയറുന്നു. ഇനി ഇത് കുറയ്ക്കുമ്പോഴേക്കും സാച്ചുറേഷൻ മൊത്തം കുറച്ചപ്പോൾ ഫുൾ കളേഴ്സും പോയി. പക്ഷെ വൈബ്രൻസ് മൊത്തം കുറച്ചപ്പം മൊത്തമായിട്ട് കളേഴ്സ് പോയിട്ടില്ല. അത് തന്നെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ചില കളേഴ്സിൻ്റെ മാത്രം ആ ഒരു ബൂസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് വൈബ്രൻസ്. സാച്ചുറേഷൻ എന്ന് പറയുവാണെങ്കിൽ എല്ലാ കളേഴ്സിനെയും മൊത്തത്തിൽ കൂട്ടാനോ കുറയ്ക്കാനോ അതിന് വേണ്ടിയിട്ടാണ് സാച്ചുറേഷൻ. വൈബ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം സോർട്ട് ഓഫ് കളേഴ്സ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈബ്രൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുമ്പോഴേക്കുമാണ് ഫോട്ടോ ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്താ പറയുന്നത്, ചുമ്മാ പറഞ്ഞു വിട്ടാലൊന്നും ഇത് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി നിങ്ങൾ തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ രജിസ്റ്റർ ആവും എന്താണ് ഈ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇന്ന് സംസാരിക്കാനുള്ളത്. എന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ അക്കൗണ്ടിലൊന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ DM ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാലും മതി. അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ